ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ മാങ്ങയച്ചാറാണ് പറയുന്നത് കേട്ടോ. കാരണം എന്നും ഒരേ സ്റ്റൈലിൽ തന്നെ മാങ്ങയച്ചാർ ഇടുമ്പോൾ നമ്മളും ചിലപ്പോൾ മടുക്കില്ലേ. ഇന്ന് നമുക്ക് വേറൊരു രീതിയിലിട്ടാലോ. മുളക് പൊടിയൊന്നും ഇല്ലാണ്ട് പച്ചമുളക് മാത്രം ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഒട്ടും കേടാകാതെ മാസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റിയ ഒരച്ചാറാണ്. അല്പം പോലും വിനാഗിരി ചേർക്കേണ്ട ഇതിൽ കേട്ടോ. നമുക്ക് ആ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. വളരെ എളുപ്പമാണ് കേട്ടോ. അതിൽ വേണ്ടത് നമുക്ക് ആവശ്യമുള്ള മാങ്ങ എടുക്കുക. ആ മാങ്ങ എടുത്തിട്ട് അതിനെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ ഇതുപോലെ മുറിച്ചെടുക്കുക. തീരെ കുഞ്ഞു പീസുകൾ വേണ്ട. ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ട് പിന്നെ ഇതിനെ ഒന്നുകിൽ ഒരു മൺപാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാത്രത്തിലേക്ക് മാറ്റണം. അതാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് മാറ്റിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ഞാനൊന്ന് കുടഞ്ഞാണ് ഇളക്കിയത്. ഇളക്കിയിട്ട് ഞാൻ ഒരു ഫുൾ ഡേ വെച്ചിരുന്നു. ഒരു ദിവസം ഫുള്ളായിട്ട് ഇത് വെച്ചിരിക്കുകയാണ്. കാരണം മഞ്ഞളും ആ മാങ്ങയിൽ പിടിച്ച് ഉപ്പും ഒക്കെ പിടിച്ച് കിട്ടാനായിട്ട് നന്നായിട്ട് അടച്ച് ഒരു ദിവസം വെച്ചേക്കുക. നമുക്ക് ഇത് അച്ചാർ തയ്യാറാക്കുക ഒരു ദിവസം കഴിഞ്ഞ് തയ്യാറാക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ടാണ്. പിറ്റേ ദിവസമാകുമ്പോൾ മാങ്ങയിലെ ഉപ്പൊക്കെ പിടിച്ച് റെഡിയായി വരും. അതിനാണ് നമ്മൾ അടച്ചു വയ്ക്കുന്നത്. ഇത് നോക്കൂ, മാങ്ങയുടെ പുറന്തൊലിയുടെ കളറൊക്കെ മാറി ഉപ്പൊക്കെ പിടിച്ച് നല്ല പരുവായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഒഴിക്കുമ്പോൾ മാങ്ങയിൽക്കാൾ കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കുക. കൂടുതൽ ഒഴിക്കുമ്പോഴാണ് ഇത് ഒട്ടും കേടാകാതെ തന്നെ ഇരുന്നുള്ളൂ. അതിനാണ് കുറച്ച് കൂടുതൽ നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഞാൻ കടുക് കുറച്ച് കൂടുതലിട്ട്, കാരണം മാങ്ങ അച്ചാർ പച്ചമുളക് ചേർത്തല്ലേ തയ്യാറാക്കുന്നത്, അതുകൊണ്ട്. കടുക് ചേർത്തിട്ട് നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളകും ഒരു പിടിയോളം വെളുത്തുള്ളിയും കഴുകി വൃത്തിയാക്കി എടുത്ത് ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയിൽ ചതയ്ക്കരുത്. ഞാൻ ഇടികല്ലിലാണ് ചതച്ചത്. ഇടികല്ല് ഇല്ലാത്തവർ അമ്മിക്കല്ല് വെച്ച് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അത് ചതച്ചെടുത്തിട്ട് നമ്മൾ കടുക് വറുക്കാൻ വെച്ചതിൽ കറിവേപ്പില എല്ലാം ഇട്ടല്ലോ, അതിൽ കൂടെ ഇതും കൂടെ തട്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. മൂത്ത് വരുന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇനി ചേർക്കേണ്ടത് കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതും 1 സ്പൂൺ ചേർക്കണം. നല്ല ജീരകവും പെരുംജീരകവും കൂടെ വറുത്ത് പൊടിച്ചതും 1 സ്പൂൺ ചേർക്കണം കേട്ടോ. അതും പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്തിട്ട് അവയും കൂടെ പച്ചമണം മാറ്റി എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർത്തത് കുറച്ച് 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ ഇത് അവിടെ ഇവിടെയായിട്ട് ഇതിങ്ങനെ കിടക്കുമ്പോൾ കാണാൻ നല്ല ചന്തോ, അതിനാണ് ഞാൻ ചേർത്തത്. അതും കൂടെ ചേർത്തിട്ട് ഈ പച്ചമുളകിന് ഒരു കാരം ഉണ്ടല്ലോ, കാറുന്ന ഒരു ടേസ്റ്റ്, അത് മാറാനായിട്ട് ഒരല്പം ശർക്കരയും കൂടെ അതിലേക്കിട്ട് മിക്സാക്കി എടുത്തിട്ട് നമ്മൾ ഉപ്പും മഞ്ഞളും ഒക്കെ പിടിച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. പിന്നെ ഫ്ലെയിമിൽ തോനെ നേരം വെച്ചേക്കരുത്, കാരണം മാങ്ങ വെന്തു പോയാൽ ടേസ്റ്റ് മാറും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമ്മളൊന്ന് മാറ്റി വയ്ക്കുക. അതൊന്ന് നന്നായിട്ട് തണുക്കണം. ഈ മസാലകൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മസാലകൾ ഇതേ പരുവത്തിൽ കടുകും ഉലുവയൊക്കെ ഒന്ന് വറുത്തൊന്ന് പൊടിച്ച് മാറ്റുക. അതിനോടൊപ്പം ജീരകവും പെരുംജീരകവും ഇടരുത്, അത് സെപ്പറേറ്റ് തന്നെ വറുത്ത് പൊടിക്കണം. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് അതേ എടുത്ത് ഇങ്ങനെ വെച്ച് അതൊന്ന് തണുക്കാട്ടെ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒട്ടും ഈർപ്പമില്ലാത്ത ഒരു ടിന്നിലിട്ട് അടച്ച് സൂക്ഷിച്ചാൽ ഇത് എത്ര നാളും കേടാകാതിരിക്കും. കാരണം മാങ്ങയിൽ ഉപ്പ് പിടിച്ച് ഉപ്പും ഇച്ചിരി മുന്നിലായിരിക്കും, അതുപോലെ എണ്ണയും കൂടുതലാണല്ലോ, അതുകൊണ്ട് കേടാകത്തില്ല. ഇതിൽ വിനാഗിരിയുടെ ആവശ്യമേ ഇല്ല. ഞാൻ ഈ ഇട്ട് വെച്ച മാങ്ങ ഇതിനു മുമ്പ് ഞാൻ ഇട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇട്ട് വെച്ച മാങ്ങ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഞാൻ കൊടുത്തു വിടാറുണ്ടായിരുന്നു ഇതേ രീതിയിൽ. ഈ അടുത്ത ദിവസം ഒരു ബന്ധു പോയപ്പോൾ ഞാൻ ഇതുപോലെ തയ്യാറാക്കി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇഷ്ടമായി, ഭയങ്കര ടേസ്റ്റിയാണെന്ന് പറഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതേ രീതിയിൽ ഒരു മാങ്ങ അച്ചാർ ഇട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കൂ. എല്ലാവരും മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നവരല്ലേ. ഒരു പ്രാവശ്യം ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.